അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു G20 സമ്മിറ്റ് 2023. ഓക്കെ, 2023 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഒരു MCQ ചോദ്യം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ഇന്തോനേഷ്യ, ഓപ്ഷൻ സി ജപ്പാൻ, ഓപ്ഷൻ ഡി കൊറിയ, ദക്ഷിണ കൊറിയ. ഏതാണ് ആൻസർ? കമന്റ് ചെയ്യാം. G20 ചോദിക്കാൻ 70% സാധ്യത ഉണ്ടെന്ന് പറഞ്ഞില്ല. അതിന് കാരണം തന്നെ എന്താണെന്നറിയോ? ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് G20 സമ്മിറ്റ് നടക്കുന്നത്. ഇന്ത്യയിലെ ആദ്യമായിട്ടാണ് G20 സമ്മിറ്റ് നടക്കുന്നത്. യെസ്, അപ്പോ ഇന്ത്യയിൽ ആദ്യമായിട്ട് നടക്കുന്ന G20 സമ്മിറ്റ് 2023 യെസ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്തു വെക്കാം കേട്ടോ, ന്യൂഡൽഹി. ഓക്കെ, അപ്പൊ ഇന്ത്യയിലാണ്, ന്യൂഡൽഹിയിലാണ് G20 സമ്മിറ്റ് നടന്നത് 2023 എന്ന ആദ്യത്തെ പോയിന്റ് പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, G20 ഉച്ചകോടിയുടെ തീം എന്താണ്? തീം വാസുദൈവ കുടുംബം എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? വാസുദൈവ കുടുംബം, അതിന്റെ മീനിങ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി കേട്ടോ. യെസ്, ഓക്കെ, സംസ്കൃതത്തിൽ നിന്നെടുത്ത വാസുദൈവ കുടുംബം എന്ന ഒരു കാര്യം കൂടി ചിലപ്പോൾ അതിനകത്ത് കമ്പൈൻ ചെയ്തിട്ട് വരും. മീനിങ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നുള്ളതാണ് G20 ഉച്ചകോടിയുടെ തീം. G20 ഉച്ചകോടി എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിലാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഡൽഹിയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭാരത് മണ്ഡപം ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്റർ ഡൽഹി എന്ന് പഠിച്ചു വെക്കാം. ഡൽഹിയിലാണ് ഭാരത് മണ്ഡപം ഇന്റർനാഷണൽ എക്സിബിഷൻ കൺവെൻഷൻ. ഇനി 2023 ഈ G20 എന്ന് ഞാൻ ഇത്ര നേരം പറഞ്ഞത് കളവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. എന്താണ്? G20 അല്ല, ആഫ്രിക്കൻ യൂണിയൻ കൂടി G20 സ്ഥിരാംഗമായി. അതുകൊണ്ട് G20 ഇനി മുതൽ G21 എന്ന പേരിൽ അറിയപ്പെടും. 20 രാജ്യങ്ങളാണ്, 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും കൂടെ ചേരുന്നതാണ് G20. അപ്പുറത്ത് വരുന്നുണ്ട് കേട്ടോ, 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും കൂടെ ചേരുന്നതാണ് G20. അതിന്റെ കൂടെ ആഫ്രിക്കൻ യൂണിയൻ കൂടി ചേരുന്നു. ടോട്ടൽ G20 ഉള്ളത് 21 ആവും കേട്ടോ. അപ്പൊ ഈ പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ചേ. ഇന്ത്യയിലാണ്, ഡൽഹിയിലാണ്, ഭാരത് മണ്ഡപം ഇന്റർനാഷണൽ എക്സിബിഷൻ കൺവെൻഷൻ സെന്ററിലാണ് നടക്കുന്നത്. തീം ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. പിന്നെ G20 അല്ല, ആഫ്രിക്കൻ യൂണിയൻ കൂടി വരുമ്പോൾ G21 ആവും എന്ന പോയിന്റ് എന്ത് ചെയ്യാം? അങ്ങട്ടെ സെറ്റ് ആക്കി വെക്കുക കേട്ടോ. യെസ്, ഓക്കെ അല്ലേ? യെസ്, അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോൾ ഇതാ ഇത്രയും രാജ്യങ്ങൾ അടങ്ങിയതാണ് G20 രാജ്യങ്ങൾ. ഇപ്പോ ആഫ്രിക്കൻ യൂണിയൻ കൂടി വരുമ്പോൾ G21 ആവും. നോക്കിയേ നിങ്ങള്, നമ്മുടെ മെസ്സിയുടെ അർജന്റീന, നമ്മുടെ ആഡം ഗിൽക്രിസ്റ്റിന്റെ ഓസ്ട്രേലിയ, റൊണാൾഡീഞ്ഞോയുടെ ബ്രസീൽ. യെസ്, ബാക്കി നിങ്ങൾ ആലോചിച്ചോളുക. കാനഡ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറ്റലി, ജപ്പാൻ, മെക്സിക്കോ, ദക്ഷിണ കൊറിയ, റഷ്യ, സൗദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, AB ഡിവില്ലിയറീസിന്റെ ദക്ഷിണാഫ്രിക്ക, തുർക്കി, അമേരിക്കയുടെ യെസ്, ഒപ്പം യൂറോപ്യൻ യൂണിയനും കേട്ടോ. 19 രാജ്യങ്ങൾ പ്ലസ് യൂറോപ്യൻ യൂണിയൻ, ഇപ്പോ ആഫ്രിക്കൻ യൂണിയൻ കൂടി കേട്ടോ. അങ്ങനെയാണ് G21 ആയിട്ട് മാറുന്നത്. ക്ലിയർ ആണേ? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ അല്ലേ? 19 രാജ്യങ്ങളും പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ്, PSC അറിയുന്ന ആളുകളെ അതിന് ഉത്തരം കമന്റ് ചെയ്യും. അടുത്ത സ്ലൈഡിലേക്ക് പോവാം അല്ലെ? അപ്പൊ തീം എന്താണ്? ഒരു ഭൂമി, ഒരു കുടുംബം, യെസ്, ഒരു ഭാവി അല്ലെ? ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് G20 കൂട്ടായ്മ. ഇതിന്റെ ചെറിയൊരു ചരിത്രം പഠിക്കാം. എന്താണ് ഈ G20 എന്നുള്ളത് പെട്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം കേട്ടോ. ഓക്കെ, എന്താണ് G20 എന്നുള്ളത് പെട്ടെന്ന് പറഞ്ഞു പോകാം. 1999 ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം, 99 ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി ചർച്ച ചെയ്യാനായി രൂപം കൊണ്ട ഒരു ഫോറം ആയിരുന്നു G20. 99 ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ആഗോള സാമ്പത്തിക പ്രതിസന്ധി ചർച്ച ചെയ്യാനായിട്ട് രൂപം കൊണ്ട ഒരു ഫോറം ആയിരുന്നു G20. G20 നേതാക്കളുടെ ആദ്യ ഉച്ചകോടി നടന്നത് അമേരിക്കയിലാണ് 2008 നവംബർ വാഷിംഗ്ടൺ DC-യിൽ. അപ്പൊ 99 ഫോം ചെയ്തു, 2008 ആദ്യത്തെ ഉച്ചകോടി നടന്നത് അമേരിക്കയിൽ.
ഇനി G20യുടെ ഔദ്യോഗിക ഭാഷകൾ അത് നോട്ട് ചെയ്ത് വെക്കണേ. ഇംഗ്ലീഷും ഫ്രഞ്ചും സ്പാനിഷുമാണ് G20യുടെ ഔദ്യോഗിക ഭാഷകൾ. ഓക്കെ, ഇന്ത്യയൊക്കെ അതിനകത്ത് ചെറിയൊരു ഭാഗമേ ഉള്ളൂ. കാരണം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇത്രയും കൊല്ലായി. 1999 തുടങ്ങിയാണ്, 2008 സമ്മേളനം തുടങ്ങിയാണ്, 2023 ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു G20 നടക്കുന്നത് കേട്ടോ. അപ്പൊ ഇംഗ്ലീഷും ഫ്രഞ്ചും സ്പാനിഷുമാണ് അതിലെ ഔദ്യോഗിക ഭാഷകൾ എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. 99 ഫോം ചെയ്തു. അമേരിക്കയിലാണ് ആദ്യ സമ്മേളനം. ഇംഗ്ലീഷും ഫ്രഞ്ചും സ്പാനിഷുമാണ് അതിലെ ഔദ്യോഗിക ഭാഷകൾ. ഇനി G20 പ്രവർത്തന സംവിധാനത്തിൽ 2 തരം പ്രവർത്തനങ്ങളാണുള്ളത്. 2 ട്രാക്കുകളാണ് G20 ഉള്ളത്. ഓക്കെ, എന്തൊക്കെയാണെന്ന് അറിയാമോ? ധനകാര്യ ട്രാക്ക്, ഫിനാൻഷ്യൽ ട്രാക്ക്. നമ്മൾ പറഞ്ഞു ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം വന്നതാണ്. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള കുറെ ആഗോളതലത്തിലുള്ള പ്രതിസന്ധികൾ ചർച്ച ചെയ്ത് ഇതിലൊക്കെ എങ്ങനെ മുന്നോട്ട് പോകാം, ഡെവലപ്മെന്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇത്തരം രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നടക്കുന്നത് കേട്ടോ. വിവിധ സമ്മേളനങ്ങൾ ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. ഒന്ന് ധനകാര്യ ട്രാക്ക്, ഫിനാൻസ് ട്രാക്ക്. ധനകാര്യ മന്ത്രിമാരും സെൻട്രൽ ബാങ്ക് ഗവർണർമാരും പങ്കെടുക്കുന്നു. ഓരോ രാജ്യത്തിന്റെയും ധനകാര്യ മന്ത്രിമാരും സെൻട്രൽ ബാങ്ക് ഗവർണർമാരും പങ്കെടുക്കുന്നു. രണ്ടാമത്തത് ഷെർപ്പ ട്രാക്ക്. അതാണ് ഇപ്പൊ നമുക്ക് എന്താണ് അറിയാത്തത് അല്ലെ പലർക്കും. ധനകാര്യ ട്രാക്ക്, ഫിനാൻസ് ട്രാക്ക്, ധനകാര്യ മന്ത്രിമാരും സെൻട്രൽ ബാങ്ക് ഗവർണർമാരൊക്കെ പങ്കെടുത്തിട്ട് ചർച്ച ചെയ്തിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ തീരുമാനിക്കും. അത്രേ ഉള്ളൂ കേട്ടോ. ഷെർപ്പ ട്രാക്ക് രാജ്യങ്ങളുടെ തലവന്മാരുടെ പ്രത്യേക പ്രതിനിധികൾ, ഓരോ രാജ്യത്തിന്റെയും തലവന്മാരുടെ പ്രത്യേക പ്രതിനിധികൾ, അതായത് ഓരോ രാജ്യത്തിനും ഓരോ ഷെർപ്പകളെ നിയമിക്കും. അതായത് രാജ്യത്തിന്റെ പ്രതിനിധികളെ നിയമിക്കും. അവരെയാണ് നമ്മൾ ഷെർപ്പ എന്ന് വിളിക്കുക കേട്ടോ. ഓക്കെ, രാജ്യങ്ങളുടെ തലവന്മാരുടെ പ്രത്യേക പ്രതിനിധികൾ ഷെർപ്പകൾ പങ്കെടുക്കും. അതാണ് ഷെർപ്പ എന്ന് പറഞ്ഞത്. എന്താണ് ഷെർപ്പ? രാജ്യങ്ങളുടെ തലവന്മാരുടെ, രാജ്യത്തിന് ഒരുപാട് തലവന്മാർ, ഒരുപാട് നേതാക്കൾ ഉണ്ടാവില്ല, അതിനകത്ത് തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ് ഈ ഷെർപ്പകൾ. അവരുടെ സമ്മേളനം എന്നുള്ളത് ഒരു ഭാഗത്തെ, ഫിനാൻസുമായി ബന്ധപ്പെട്ട, ധനകാര്യവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ മറ്റൊരു ഭാഗത്ത്. അങ്ങനെ 2 ട്രാക്കാണ് G20 ഉള്ളത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എവിടെ വെച്ചാണ്, അതായത് ഡൽഹിയിൽ എവിടെ വെച്ചാണ് ഈ G20 നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെ വെച്ചാണ് G20 നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ഓക്കെ, ഭാരത് മണ്ഡപം, ന്യൂഡൽഹി ഭാരത് മണ്ഡപം എന്ന് നോട്ട് ചെയ്തു വെക്കാം. എന്തായിരുന്നു ഇതിന്റെ തീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന് നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന് നോട്ട് ചെയ്തു വെക്കാം. എത്രാമത്തെ തവണയാണ് ഇന്ത്യയിൽ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ എത്രാമത്തെ തവണയാണ് G20 നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ഫസ്റ്റ് ടൈം ആണ് നടക്കുന്നത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തു വെക്കാം. അപ്പൊ എത്ര രാജ്യങ്ങളുണ്ട് G20? രാജ്യങ്ങൾ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് 21 പോണ്ട കേട്ടോ. രാജ്യങ്ങൾ 19, പിന്നെ ഒരു യൂറോപ്യൻ യൂണിയൻ, പിന്നെ ഒരു ആഫ്രിക്കൻ യൂണിയൻ. ആഫ്രിക്കൻ യൂണിയനെ ചേർത്തത് ഏത് G20 ഉച്ചകോടിയിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 ഇന്ത്യ എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് G20 എന്ന പോയിന്റും ഓർത്ത് വെക്കാം കേട്ടോ. കുറെ പേര് 21 കമന്റ് ചെയ്തു. അടുത്ത ചോദ്യം, യെസ്. ഇനി മുതൽ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുന്നു. കറന്റ് അഫയേഴ്സിന്റെ കാതലായ ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നു. 2024 G20 പ്രസിഡൻസി, അതിന് അധികാരം കിട്ടുന്നത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബ്രസീലിനാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. ബ്രസീലിനാണ്. 23 ഇന്ത്യയാണ്, 24 ബ്രസീൽ എന്ന് പഠിച്ചു നോക്കാം. 2022 ആരുടെ കയ്യിലായിരുന്നു? ഇന്തോനേഷ്യ ആയിരുന്നു അത് നടത്തിയത്. ഓക്കെ, അപ്പൊ 22 ഇന്തോനേഷ്യ, 24 ഇനി നടക്കാൻ പോകുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബ്രസീലിലാണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. 23 ഇന്ത്യയിലാണ് എന്നും നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അത് പഠിച്ചു വെക്കണേ. ട്രോയിക്ക, എന്താണ് ട്രോയിക്ക? ട്രോയിക്ക എന്ന വാക്കിന്റെ അർത്ഥം, യെസ്, ഇതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കണം കേട്ടോ. ട്രോയിക്ക എന്നാൽ മുൻ വർഷം, നിലവിലെ വർഷം, അടുത്ത വർഷം. ഓക്കെ, G20 അധ്യക്ഷപദം വഹിക്കുന്ന രാജ്യങ്ങളാണ്. അതായത് കഴിഞ്ഞ കൊല്ലം ആരായിരുന്നു, ഈ വർഷം ആരാണ്, അടുത്ത കൊല്ലം ആരാണ്, ഈ 3 ആളുടെയും കൂടെ സെറ്റ് ഉണ്ടല്ലോ, അതാണ് ട്രോയിക്ക എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, കഴിഞ്ഞ വർഷം ആരായിരുന്നു? ഇവിടെ നമ്മൾ പറഞ്ഞു ഇന്തോനേഷ്യ, പറഞ്ഞില്ലേ? ഈ വർഷം ആരാണ്? ഇന്ത്യയാണ്. അടുത്ത വർഷം ആരാണ്? ബ്രസീലാണ്. അപ്പൊ ഈ 3 രാജ്യങ്ങളും കൂടിയാണ് ഒരു ട്രോയിക്ക എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്താളിച്ച് അന്തം വിട്ട് നിൽക്കുക, അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യോ കേട്ടോ. പഠിക്കണേ. ഇന്തോനേഷ്യ, ഇന്ത്യ, ബ്രസീൽ, ട്രോയിക്ക കേട്ടോ. യെസ്. അപ്പൊ നിലവിൽ അത് ഇന്തോനേഷ്യ, ഇന്ത്യ, ബ്രസീൽ ഇവ രാജ്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സെറ്റാണോ? ഇനി പറയണോ? കിട്ടിയില്ലേ? സോന PV കിട്ടിയില്ലേ? യെസ്. അതായത് 3 രാജ്യങ്ങൾ. കഴിഞ്ഞ വർഷം ആരായിരുന്നു, ഈ വർഷം ആരാണ്, അടുത്ത വർഷം ആരാണ്.
ഓക്കെ, ഇങ്ങനെ നിന്നാ മതി കേട്ടോ. ഓക്കെ, യെസ്. ഈ വർഷം ആരാണ്, കഴിഞ്ഞ വർഷം ആരായിരുന്നു, ഇപ്പുറത്തെ വർഷം ആരാണെന്നുള്ളത് ആലോചിച്ചാൽ മതി. ഇത് മൂന്നും കൂടിയാണ് എന്ത് ഒരു ട്രോയിക്ക എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ഇന്തോനേഷ്യ ആയിരുന്നു, ഈ വർഷം ഇന്ത്യയാണ്, അടുത്ത വർഷം ബ്രസീല്. അപ്പൊ ഈ 3 പേരും കൂടിയാണ് ഒരു ട്രോയിക്ക, G20 ട്രോയിക്ക എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അപ്പൊ അതും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നൃത്തം ചെയ്യണം അല്ലെ? യെസ്. ഇനി ഇന്ത്യയുടെ അധ്യക്ഷ കാലാവധി 2022 ഡിസംബർ 1-നാണ് ഇന്ത്യക്ക് ഇത് കിട്ടിയത്. 2023 നവംബർ 30 വരെ. ആ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇന്തോനേഷ്യയിൽ നിന്ന് കിട്ടിയിട്ട് ഇന്ത്യ എത്ര കാലം ഭരിച്ചു, എത്ര കാലമാണ് ഇതിന്റെ അധികാരം കൊണ്ടു നടന്നത്, പിന്നെ അങ്ങോട്ട് കൊടുത്തു അല്ലെ? ഓക്കെ, 2022 ഡിസംബർ 1 മുതൽ 2023 നവംബർ 30 വരെ കേട്ടോ. 2022 ഡിസംബർ 1 മുതൽ 2023 നവംബർ 30 വരെയാണ് ഇന്ത്യക്ക്. അതായത് അത് നടത്തിപ്പിനുള്ള ഒരു അധികാരം എന്ന് പറയുന്നത് കുറച്ച് കാലത്തേക്ക് കിട്ടും. ഓക്കെ, അത് കിട്ടിയത് 2022 ഡിസംബർ 1-ന്, കൊടുത്തത് 2023 നവംബർ 30-ന് ഇന്ത്യയുടെ കയ്യിൽ പോയി. ബ്രസീലിന് കൊടുത്തു കേട്ടോ. ഇന്തോനേഷ്യന്ന് വാങ്ങി ബ്രസീലിന് കൊടുത്തു. ഓർത്തു വെക്കുക. അധ്യക്ഷ പദവി ഏറ്റെടുത്ത ശേഷം G20ക്ക് ഇന്ത്യ പുതിയ ലോഗോ സൃഷ്ടിച്ചിരുന്നു. ദേശീയ പതാകയുടെ നിറങ്ങളായ കുങ്കുമം, വെള്ള, നീല, പച്ച എന്നിവയാണ് അതിന് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ ഇന്ത്യക്ക് ഒരു ദേശീയ ഒരു ലോഗോ ഉണ്ടായിരുന്നു. ആ ലോഗോയുടെ നിറങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുങ്കുമം, വെള്ള, നീല, പച്ച എന്നിവയാണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. ഇനി ലോഗോയുടെ സങ്കല്പം പ്രപഞ്ചം താമരപ്പൂവിൽ കേട്ടോ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. അപ്പൊ താമരപ്പൂവിൽ ഇങ്ങനെ ഇന്ത്യ നിൽക്കുന്നതാണ് അതിന്റെ ലോഗോയിലുള്ളത്. ഇതിൽ ആദ്യത്തെ ഒരു ചിത്രത്തിൽ ഉണ്ടായിരുന്നു. അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ആ, കണ്ടില്ലേ? യെസ്, താമരപ്പൂവിൽ കറക്റ്റ് ആയിട്ട് കാണുന്നില്ല. അപ്പുറത്തെ ഏതൊരു ചിത്രം ഉണ്ട്, നോക്കാം കേട്ടോ. താമരപ്പൂവിൽ ഇന്ത്യ എന്നുള്ളതാണ് ലോഗോ. അതിന്റെ ചിത്രത്തില് ഏതൊക്കെ നിറങ്ങളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുങ്കുമമുണ്ട്, ഇവിടെ കുങ്കുമമുണ്ട്, വെള്ളയുണ്ട്, നീലയുണ്ട്, പച്ചയുണ്ട് എന്ന് നോട്ട് ചെയ്തു വെക്കാം. യെസ്, പ്രപഞ്ചം താമരപ്പൂവിൽ നിൽക്കുന്നതായിട്ടാണ് ലോഗോയുടെ സങ്കല്പം. ലോഗോയുടെ താഴെയായിട്ട് ദേവനാഗരി ലിപിയിൽ ഭാരത് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതും നോട്ട് ചെയ്തു വെക്കാം. ഓക്കെ, യെസ്, ക്ലിയർ അല്ലേ? അപ്പോ ഇന്ത്യയുടെ അധ്യക്ഷ പദവി 2022 ഡിസംബർ 1 മുതൽ 2023 നവംബർ 30 വരെയാണ്. അധ്യക്ഷ പദവി ഏറ്റെടുത്ത ശേഷം G20 ഇന്ത്യ പുതിയൊരു ലോഗോ നിർമ്മിച്ചു. അതിൽ ഏതൊക്കെ നിറങ്ങളായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കുങ്കുമവും വെള്ളയും നീലയും പച്ചയുമാണെന്ന് പഠിച്ചു വെക്കാം. പ്രപഞ്ചം താമരപ്പൂവിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ്. യെസ്, അതിൽ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാം, G20 ഇന്ത്യയുടെ ലോഗോയിൽ ഏത് ഭാഷയിലാണ് ഭാരത് എന്ന് എഴുതിയിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദി. ഓപ്ഷൻ എ ഹിന്ദി, ഓപ്ഷൻ ബി സംസ്കൃതം, ഓപ്ഷൻ സി മലയാളം, ഓപ്ഷൻ ഡി ദേവനാഗരി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കിട്ടണം കേട്ടോ. ദേവനാഗരി ലിപിയിലാണ് ഭാരത് എന്ന് എഴുതിയിട്ടുള്ളത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, അവിടെ സെറ്റ് ആക്കി വെക്കാം. ഓക്കെ, യെസ്. അപ്പൊ പോയിന്റ്സ് പഠിച്ചു പോണേ. ഇനി നമ്മൾ പഠിച്ചതിന് ഒന്നും കൂടി ഒന്ന് എലാബറേറ്റ് ചെയ്യുന്നു. 20-ൽ സൗദി അറേബ്യയുടെ റിയാദിലാണ് നടന്നത്. G20 VSCയുടെ കാര്യമായതുകൊണ്ട് പറയാൻ പറ്റൂലേ കേട്ടോ. പണ്ടൊക്കെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 24 ജനുവരിയിൽ നടക്കുന്ന പരീക്ഷയാണെങ്കിൽ 23 മാത്രം പഠിച്ചാൽ മതിയായിരുന്നു കറണ്ട് അഫയേഴ്സിൽ. ഇപ്പൊ 2019 കറണ്ട് അഫയേഴ്സിൽ ചോദിക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ 19-ലേക്കൊന്നും അങ്ങനെ ചകഞ്ഞു പോകേണ്ട കാര്യമില്ല. നമുക്കൊന്ന് നോക്കി പോകാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ ദേവനാഗരി എന്ന് കേട്ടപ്പോ ഡി ഉദയകുമാറിന് ഓർമ്മ വന്നവരുണ്ടോ? ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. അപ്പോ റിയാദിലാണ് 2020 G20 ഉച്ചകോടി നടന്നത്. 2021 G20 ഉച്ചകോടി നടന്നത് റോം, ഇറ്റലി. 22-ൽ നമ്മൾ പഠിച്ചു ബാലി, ഇന്തോനേഷ്യയിലെ ബാലിയിലാണ്. 23 ഡൽഹിയിലാണ് ഇന്ത്യ കേട്ടോ. ഇന്ത്യ, യെസ്, ഈ ഒരു ചാർട്ട് ഉപകാരപ്പെടും. 24-ൽ നടക്കാൻ പോകുന്നത് ബ്രസീലിലാണ് എന്നും പഠിച്ചു വെക്കാം കേട്ടോ. ഇന്തോനേഷ്യയും ഡൽഹിയും ബ്രസീലും നമ്മൾ പഠിച്ചാണ്. റോമും ഇറ്റലിയും കൂടി ജസ്റ്റ് ഒന്ന് കൂട്ടിച്ചേർത്ത് വെക്കുക കേട്ടോ. യെസ്. അപ്പൊ എന്താണ് തീം? എന്താണ് G20 ഉച്ചകോടിയുടെ തീം? എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ G20 ഉച്ചകോടിയുടെ തീം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമന്റ് ചെയ്തേ. കാണാൻ പറ്റുന്നില്ലേ? G20 ഉച്ചകോടിയുടെ തീം എന്താണ്? യെസ്, ഒരു ഭൂമി ഒരു കുടുംബം. യെസ്, വരട്ടെ കമന്റ് വരട്ടെ. യെസ്, ഒരു ഭൂമി ഒരു കുടുംബം ഒരേ ഭാവി എന്നുള്ളതാണ് അല്ലെ? യെസ്, ഓക്കെ. യെസ്, 2000 ഇതിവിടെ മുന്നിൽ വെച്ചുകൊണ്ട് ചോദിച്ചാൽ ശരിയാവില്ല അല്ലെ? പിന്നെ 2022-ൽ ഓക്കെ എവിടെയായിരുന്നു നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022-ൽ എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇന്തോനേഷ്യ എന്ന് നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. ഇന്തോനേഷ്യയിലാണ്
യെസ് നടന്നത് എന്ന് പഠിച്ചു വെക്കാം. പിന്നെ എവിടെയായിരുന്നു? ഭാരത മണ്ഡപം, ഡൽഹിയിലെ ഭാരത മണ്ഡപത്തിലാണ് ഇത് നടന്നത് എന്ന് പഠിച്ചു വെക്കാം. എപ്പോഴാണ് G20 തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1999. ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2008 അമേരിക്കയിലെ. G20 2023 പുതുതായി വന്ന സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്കൻ യൂണിയനെ കൂടിച്ചേർത്തു എന്നുള്ളതാണ്. അർജന്റീന G20 ഉണ്ടോ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടേ എന്ന് പറയണം അല്ലെ. ദക്ഷിണാഫ്രിക്ക ഇതിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടേ എന്ന് പറയണം. ഓക്കെ, യെസ്. അപ്പൊ ആ പോയിന്റ്സ് ഒക്കെ നോക്കി വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.